ഹലോ ഹായ്. ഇന്നേ എന്താ കയ്യില് ബോട്ടിലൊക്കെ ആയിട്ടെന്നല്ലേ? ഇത് കണ്ടോ, ഇത് ചക്ക വരട്ടിയതാണേ. ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ? പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചക്ക ഞങ്ങള് വീട്ടില് ചക്ക പഴുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വരട്ടി വെക്കും. അതിന് മേലെ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുന്നതാണ് ഇതിന് മേലെ. ഇത് ഇനി 1-2 വർഷം ഇരുന്നാലും കേടാവുകയില്ല കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് മധുരമായിട്ടോ പായസം വെച്ചിട്ടോ അട ഉണ്ടാക്കിയിട്ടോ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടോ ഒക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ കുട്ടികൾക്കൊക്കെ ജാമായിട്ടൊക്കെ അതിലിങ്ങനെ തേച്ച് കൊടുത്താലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും. നമുക്ക് ആവശ്യമുള്ള ചക്ക വരട്ടിയത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 2-ാം പാല് നമുക്ക് ഇതിൽ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നല്ലപോലെ കൈവച്ച് കലക്കിയെടുക്കാം. തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ച് ചക്ക വരട്ടിയത് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട്, നല്ല ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ചൂടൊന്നും ഇല്ലാതെ തണുത്തതിന് ശേഷമാണ് ഒഴിച്ചത്. രണ്ടാം പാല് ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ചൊരു കൊഴുപ്പുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം, സാധാ പച്ചവെള്ളവും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. വെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെക്കാം. അപ്പൊ നമ്മുടെ പായസം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനേ ഒരു ടിപ്സ് ഉണ്ട്, പറയട്ടെ. ഇത് നമുക്ക് കുറച്ച് വെള്ളം പോലെയല്ലേ ഇപ്പൊ ഉണ്ടാവുക. ഇനി ഒന്ന് കൊഴുപ്പിക്കാനായിട്ട് കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി, ഞാനിവിടെ ഗോതമ്പ് പൊടി ചേർക്കണത്. 2 സ്പൂൺ ഗോതമ്പ് പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പക്ഷെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണത് ഒഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടയായിട്ട് കിടക്കും. അങ്ങനെ വേണ്ട, ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൊഴുപ്പിനനുസരിച്ച് ചേർത്താൽ മതി. കൊഴുത്തു തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ എടുത്തത് കറക്റ്റ് തന്നെയാണ്. അത് മൊത്തം ചേർത്തിട്ടുണ്ട്. പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് തിളച്ചാൽ, നല്ലപോലെ തിളച്ച് വരണ്ട, ഒന്നായത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. പായസം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു നാളികേരത്തിന്റെ ചെറിയൊരു മൂടി കുഞ്ഞു കുഞ്ഞാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെയ്യിലൊന്ന് വറുത്ത് എടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നാളികേരം ഇട്ടൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഒരു ചുവന്ന കളർ വരെ ആവണേ. നാളികേരക്കൊത്ത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ആക്കിയിട്ട് പായസത്തിലേക്ക് ചേർക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ തേങ്ങാക്കൊത്ത് മാത്രമേ ചേർക്കുള്ളൂ. ഇതിൽ ഏലക്കാപ്പൊടിയോ ജീരകപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കില്ല. ഇവിടെ അങ്ങനെ ചേർക്കാറില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. പക്ഷേ ഈ ചക്കപ്പായസത്തിൽ പൊതുവെ അങ്ങനെ ചേർക്കൽ ഞാൻ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല അങ്ങനെ ചേർത്തിട്ട്. ഇങ്ങനെയാണ് ടേസ്റ്റ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ വേറൊരു വീഡിയോ വരുന്നതിൽ എല്ലാവർക്കും ബൈ.